എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം 2 ദിവസത്തിനുള്ളിൽ വിതരണം ലഭിച്ചില്ല എങ്കിൽ ബുക്കിംഗ് റദ്ദാകുന്ന സാഹചര്യം ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബുക്കിംഗ് റദ്ദായാൽ ഉപഭോക്താവ് വീണ്ടും സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. കാലവർഷം, പ്രളയം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബുക്ക് ചെയ്ത് എല്ലാവർക്കും 2 ദിവസത്തിനകം ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഏജൻസികളുടെ വാദം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ബുക്കിംഗ് റദ്ദാകുന്നതിനെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കാത്തതിനാൽ തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർ വിതരണം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാകാൻ കഴിയില്ല എങ്കിൽ പകരം മറ്റൊരാളെ സിലിണ്ടർ സ്വീകരിക്കുവാൻ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ബുക്കിംഗ് റദ്ദായാൽ സിലിണ്ടർ ലഭിക്കുന്നതിനായിട്ട് വീണ്ടും ബുക്കിംഗ് നടത്തേണ്ടതായിട്ട് വരുന്നതാണ്. ഗ്യാസ് ബുക്കിംഗിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും കഴിഞ്ഞാണ് ഗ്യാസ് സിലിണ്ടർ വീണ്ടും ബുക്ക് ചെയ്യുവാൻ നിലവിൽ സാധിക്കുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ പഴയ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം തുടരുന്നതിനാൽ നഗരപ്രദേശങ്ങളിലും 45 ദിവസം കാത്തിരിക്കേണ്ടി വരുന്നു എന്ന പരാതിയുണ്ട്. LPG EKYC ഓഗസ്റ്റ് 15-ാം തീയതി അവസാനിക്കുന്നതാണ്. ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി തന്നെയാണ് സിലിണ്ടർ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള EKYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് എണ്ണ കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെ EKYC പൂർത്തീകരിക്കാത്തവർ ഓഗസ്റ്റ് 15-നകം തന്നെ അത് പൂർത്തീകരിക്കേണ്ടതാണ്. ഇന്ത്യൻ ഓയിൽ, HB ഗ്യാസ്, ഭാരത് ഗ്യാസ് തുടങ്ങിയ പ്രധാന LPG കമ്പനികളുടെ ഉപഭോക്താക്കൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. EKYC ഗ്യാസ് ഏജൻസി ബന്ധപ്പെട്ട കമ്പനികളുടെ ആപ്പ്, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ CSE കേന്ദ്രങ്ങൾ എന്നിവ വഴി ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ഡെലിവറി ജീവനക്കാരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട കമ്പനി ആപ്പിനോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ആധാർ ഫേസ് RD ആപ്പും ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. LPGയുടെ സുരക്ഷാ പരിശോധന, ഇതിനു പുറമെ ഗ്യാസ് ഏജൻസി ജീവനക്കാർ വീടുകളിലെത്തി LPG സുരക്ഷാ പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയ്ക്കായിട്ട് GST ഉൾപ്പെടെ 236 രൂപ വരെ ഈടാക്കുന്നതായിട്ട് അറിയിപ്പുകളുണ്ട്. പൈപ്പ്, റെഗുലേറ്റർ തുടങ്ങിയവ മാറ്റേണ്ടി വന്നാൽ അതിനുള്ള അധിക ചെലവും ഉപഭോക്താവ് വഹിക്കേണ്ടി വരുന്നതാണ്. പണം നൽകുമ്പോൾ രസീത് തരുന്നെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം ബുക്കിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. വിതരണം ചെയ്യുവാൻ എത്തുന്ന സമയത്ത് സിലിണ്ടർ സ്വീകരിക്കുവാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. EKYC ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് 15-നകം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. ഓണക്കാലത്ത് LPG ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബുക്കിംഗും വിതരണവും സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ട് മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.